നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെ കുറിച്ചാണ്. മകം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മാർച്ച് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഈ മകം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ത്യൻ അസ്ട്രോളജി പരമായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഇവരുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളെ ഇവര് എങ്ങനെ കണ്ടെത്തണമെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മകം നക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇവർക്കൊരു സമ്മിശ്ര ഫലമാണ് ഉണ്ടാവുന്നത്. ഇവര് വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സ്കോളർഷിപ്പ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് നല്ലൊരു പരിശ്രമം ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണ്. അത് നഷ്ടപ്പെട്ടു പോകും എന്നല്ല നമ്മൾ പറയുന്നത്. അതിന്റെ ഒരു പരിശ്രമത്തിന്റെ വ്യാപ്തി നിങ്ങൾ കൂട്ടണം. ചെറിയ തോതിലുള്ള ഒരു പരിശ്രമം കൊണ്ടൊന്നും നിങ്ങൾക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. നന്നായിട്ട് പരിശ്രമിക്കണം. തീർച്ചയായിട്ടും വിജയമുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ എഴുതാൻ പോകുന്ന പരീക്ഷകളൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ എഴുതാൻ കഴിയും. നിങ്ങളൊന്ന് പരിശ്രമിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കർമ്മം പൂർണ്ണമായിട്ടും നിങ്ങൾ ചെയ്തു എന്നൊരു വിശ്വാസത്തിൽ മാത്രമേ അത് എഴുതാൻ പാടുള്ളൂ. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകണമെങ്കിൽ തീർച്ചയായിട്ടും കർമ്മം ചെയ്തിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ തൊഴിൽപരമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നേട്ടമാണ്. ഒരുപാട് കാലമായിട്ട് തൊഴിലൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിലിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്ക് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. തൊഴിലൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. തൊഴിൽ കൂടാതെ മറ്റൊരു ചെറിയൊരു വരുമാന മാർഗം കൂടി നിങ്ങൾ കണ്ടെത്തുന്നതാണ്. അതിൽ നിങ്ങൾ സന്തുഷ്ടരാണ്. കാരണം ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമായിരുന്നു തൊഴിലിനൊപ്പം ഒരു ബിസിനസ് എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തനം. അങ്ങനെയുള്ള ചെറുകിട ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ്. സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഒരു സമയമാണ്. ബിസിനസ് ഒക്കെ വിപുലപ്പെടുത്താനൊക്കെ സഹായിക്കുന്ന ഒരു സമയമാണ്. ചില കിട്ടാക്കടങ്ങളൊക്കെ ബിസിനസ്സിൽ തിരികെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങൾ പുതിയ കാർഷിക വിളകളൊക്കെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിലെ പൂർണ്ണ വിജയമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കർഷകരുടെയൊക്കെ ഒരുപാട് കാലത്തെ ശ്രമഫലത്തിനൊരു വിജയം കാണാൻ കഴിയുന്ന സമയമാണ്. കലാകായിക രംഗത്തൊക്കെ ഉള്ളവർക്ക് ഒരു സമ്മിശ്ര ഫലമാണ്. നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിലെ ചില താളപ്പിഴകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി കിട്ടുന്നതാണ്. നിങ്ങൾ വീണ്ടും ഈ കലാകായിക രംഗത്തേക്ക് സജീവമാകുന്ന ഒരു സമയം കൂടിയാണ്. ചില കാരണങ്ങൾ കൊണ്ടൊക്കെ കുറച്ചു കാലമായിട്ട് ഇതൊക്കെ വിട്ടുനിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തിരികെ വരാനുള്ള ഒരു സുവർണ അവസരം ഒരുങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ലഹരി പദാർത്ഥങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിട്ടുനിൽക്കാനൊരു ഉൾപ്രേരണ ഉണ്ടാവുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ മേന്മയാണ് കാണുന്നത്. ഒരുപാട് കാലമായിട്ട് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ശത്രുശല്യം കുറയുന്നതാണ്. ശത്രുശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് കാലമായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഈ മാർച്ച് 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നല്ലൊരു സമയമാണ്. സമ്പത്ത് വന്നു ചേരുന്നുണ്ട്. ഒന്നിലധികം സ്രോതസ്സുകളിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്നുണ്ട്. ചെറിയ ചെറിയ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ മകം നക്ഷത്രക്കാർക്ക് വിവാഹ കാര്യത്തിലൊക്കെ ഒരു ചെറിയ തടസ്സമൊക്കെ കാണുന്നുണ്ട്. അതില് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ നമ്മൾക്ക് അനുകൂലമായി വരുമ്പോൾ അത് നടക്കുന്നതാണ്. ചെറിയൊരു അമാന്തമാണ് കാണിക്കുന്നത്. ഈ മകം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ കൂടുതലും ഗുണഫലങ്ങളാണ് കാണുന്നത്. ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട്. ഈ ദോഷങ്ങൾ മാറുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക എന്നുള്ളതാണ്. കർമ്മങ്ങൾ ചെയ്യുകയും കൂടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അന്നദാനം നടത്താൻ കഴിയുകയാണെങ്കിൽ ഒരാൾക്കെങ്കിലും നടത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മകം നക്ഷത്രക്കാരെല്ലാവരും ഒന്ന് പ്രാർത്ഥനയോടെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.